ഗോതമ്പ് പൊടി കൊണ്ട് പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല തിന്നാൻ രുചിയും നല്ല ക്രിസ്പിയുമായ പാലപ്പമാണ്. അതിനു വേണ്ടി എന്തെല്ലാം സാധനങ്ങൾ വേണമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് അരി, 1 ചെറിയ ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ചെറിയ കപ്പിൽ 1/2 കപ്പ് തേങ്ങ. ഇത്രയുമാണ് ആവശ്യം. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ആദ്യം ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം, പിന്നെ ചോറിട്ട് കൊടുക്കാം, തേങ്ങ ഇട്ട് കൊടുക്കാം, അതിന് ശേഷം ഈസ്റ്റും പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് ആട്ടി നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ചെടുക്കണം. ഒരുപാട് അരക്കൊന്നും വേണ്ട, 2 പ്രാവശ്യം പൾസ് ചെയ്ത് കൊടുത്താലും മതി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാം നല്ലതായിരിക്കും. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ ഓഫാക്കി. ഈ മാവ് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നല്ല പൊങ്ങി വരുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് എപ്പോഴാണ് ആവശ്യം അപ്പോൾ ചുട്ടെടുക്കാം. ഇനി പെട്ടെന്ന് ഗസ്റ്റ് ഉണ്ട് വീട്ടിൽ, 1/2 മണിക്കൂറിനുള്ളിൽ അപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈസ്റ്റിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ആവശ്യത്തിന് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് രാത്രിയാണ് ചുടണമെങ്കിൽ അത് കറക്റ്റായിട്ടിരിക്കും. കുറച്ച് പൊങ്ങി വരുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. അപ്പം ചുടാൻ വേണ്ടി ആട്ടി വെച്ച ഗോതമ്പ് മാവ് ഇപ്പം നല്ല പരുവമായിട്ടുണ്ട്. ഇനി അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ തേച്ച് ചുട്ടെടുക്കാം. കോരി ഒഴിച്ച് നല്ല സോഫ്റ്റ് മൊരമൊരാന്നിരിക്കുന്ന അപ്പമാണ്. നമ്മുടെ പഞ്ഞി പോലത്തെ സോഫ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല പാലപ്പം പോലെ തന്നെ, അരിമാവ് വെച്ച് ഉണ്ടാക്കുന്നത് പോലെ തന്നെ, അരി ആട്ടി ഉണ്ടാക്കുന്നത് പോലെയൊക്കെ തന്നെ ഉള്ള അപ്പമാണിത്. അതിനേക്കാളും സോഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരെണ്ണം കൂടി ചുട്ട് കഴിഞ്ഞ ശേഷം ബാക്കി മാവ് ഇപ്പോൾ ചുടനില്ല എങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ആവശ്യം വരുമ്പോഴൊക്കെ ചുട്ടാൽ മതി. അല്ലെങ്കിൽ ഈസ്റ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് പുളിച്ച് പോകാൻ ചാൻസ് ഉണ്ട്, പിന്നെ രുചി കാണില്ല. നല്ല സോഫ്റ്റ് അപ്പം. ഇപ്പോൾ 2 സോഫ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട്, ഗോതമ്പ് മാവ് വെച്ചുള്ളത്. ഇനി വേണമെങ്കിൽ നിർത്തുകയാണെങ്കിൽ മാവ് പിന്നീട് ചുടാൻ വേണ്ടി ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഇത് കുട്ടികൾക്ക് ബോക്സിലെല്ലാം, ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തു വിടാൻ നല്ല ടേസ്റ്റുള്ള ഒരു രുചിയുള്ള കൊച്ചുങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. മുട്ടക്കറി കൊണ്ടോ ചമ്മന്തി കൊണ്ടോ കിഴങ്ങുകറി കൊണ്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഗോതമ്പ് മാവ് കൊണ്ടുള്ള സോഫ്റ്റ് പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചമ്മന്തി കൂട്ടിയാണ് ഇത് കഴിക്കുന്നത്. അതൊന്ന് കഴിച്ച് കാണിക്കാം. എന്ത് രുചി, നല്ല ടേസ്റ്റ്, നല്ല സൈഡെല്ലാം നല്ല മൊരിഞ്ഞും നല്ല ടേസ്റ്റായിട്ടിരിക്കുന്നു. ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബായ്.